ക്ലാസ് 3 മലയാളം ആനുവൽ മോഡൽ എക്സാം. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാളത്തിൽ നിന്നും ആനുവൽ എക്സാമിന് നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിർദ്ദേശങ്ങളുണ്ട് അല്ലേ? ആദ്യത്തെ ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം എഴുതണം. രണ്ടാമത്തേത് എന്താണ്? 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യം നിർദ്ദേശങ്ങളുണ്ടാവില്ല. അപ്പോൾ പ്രവർത്തനം ഒന്നെന്താണ്? വായിക്കാം, എഴുതാം അല്ലേ? അതായത് ഒരു പാരഗ്രാഫിലെ ഇത് വായിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ എന്താണ്? ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ പാരഗ്രാഫിലുണ്ടാവും. അപ്പോൾ ആ പാരഗ്രാഫ് ആദ്യം വായിക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. ആതിര കൂട്ടുകാരിക്ക് എഴുതിയ കത്ത് വായിക്കൂ. അപ്പോൾ ഒരു കത്താണല്ലേ ഇത്? സ്ഥലം തീയതിയിലെ കത്ത് എഴുതുമ്പോൾ സ്ഥലവും തീയതി എഴുതണം. പ്രിയപ്പെട്ട സാരംഗി, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനം നന്നായി നടക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ മോഹനകൃഷ്ണൻ കാലടിയുടെ ഒരു കവിത പഠിപ്പിച്ചു. റൊട്ടി എന്നാണ് കവിതയുടെ പേര്. കവിത വായിച്ചപ്പോൾ നിന്നോട് അതേക്കുറിച്ച് പറയണം എന്ന് തോന്നി. വിശപ്പ് കൊണ്ട് ഒരു കുട്ടി മോഷ്ടിക്കുന്നതും അവന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുമാണ് ഈ കവിത. നമ്മളെപ്പോലെ സ്കൂളിൽ പോകാൻ കഴിയാത്ത എത്രയോ കുട്ടികളാണുള്ളത്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികളുമുണ്ട്. ലോകത്ത് 800 കോടിക്ക് മുകളിൽ ജനങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 82 കോടി ആളുകൾ വിശക്കുന്ന വയറുമായാണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു. അത് കേട്ടപ്പോൾ സങ്കടമായി. എല്ലാവർക്കും ആവശ്യത്തിനു കഴിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ കുറേ പേർ ഭക്ഷണം പായാക്കുന്നു. ഇങ്ങനെ പായാക്കുന്ന ഭക്ഷണം മതി ഒരുപാട് പേരുടെ വയറ് നിറക്കാൻ. ഈ ഭക്ഷണ സമയത്ത് തന്നെ എത്രമാത്രം ഭക്ഷണമാണ് സ്കൂളിൽ നമ്മൾ പായാക്കി കളയുന്നത്? ഇനി മുതൽ ഭക്ഷണം പായാക്കില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കണം. ആർക്കും വിശക്കാത്ത നല്ല നാളുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാം. വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെക്കുറിച്ച് ഓർക്കാനേ വയ്യ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഭക്ഷണം മോഷ്ടിക്കുന്നത് അത്രയും ഗതികെട്ട അവസ്ഥയിൽ ആയതുകൊണ്ടാവാം. വിശപ്പുരഹിത നാടിനായി നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം. സ്നേഹപൂർവ്വം ആതിര. അപ്പോൾ ആതിര എഴുതിയൊരു കത്താണല്ലേ കൂട്ടുകാരിക്ക്. അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? നിങ്ങൾ ആ പാരഗ്രാഫ് നല്ലോണം റീഡ് ചെയ്തില്ലേ? ആദ്യത്തെ ചോദ്യം, കുട്ടി റൊട്ടി മോഷ്ടിച്ചത് എന്തിനാണ്? കുട്ടി എന്തിനാണ് റൊട്ടി മോഷ്ടിച്ചത്? ഇല്ല, ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടല്ലേ വിശപ്പ് കൊണ്ടാണെന്ന്. അപ്പോൾ വിശപ്പ് കൊണ്ട് നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതുക. രണ്ടാമത്തെ ചോദ്യം എന്താണ്? എങ്ങനെയുള്ള നല്ല നാളുകളാണ് ആതിര ആഗ്രഹിക്കുന്നത്? അല്ലേ, എങ്ങനെയുള്ള നല്ല നാളുകളാണ്? അല്ലേ, ആർക്കും സ്കൂളിൽ പോകുന്നതാണല്ലോ, ആർക്കും വിശക്കാത്ത നല്ല നാളുകൾ അല്ലേ? ആതിര കത്തിലെന്താണ്? വിശപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? റൊട്ടി എന്ന കവിതയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ആതിര ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അല്ലേ, ആർക്കും വിശക്കാത്ത നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അത് ഇവിടെ എടുത്തെഴുതുക. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ദുരനുഭവം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? അല്ലെ, ദുരനുഭവം അല്ലേ, മോശം അനുഭവം അല്ലേ, ദുരിതമായിട്ടുള്ള അനുഭവം. അതായത് ദുരനുഭവം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? മോശം അനുഭവം അല്ലേ, അല്ലേ, മോശം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ആർക്കും ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാവരുതില്ലേ, വിശക്കുന്ന ആ മോശം അനുഭവം അല്ലേ, അതാണ് ദുരനുഭവം. നാലാമത്തെ ചോദ്യം, എന്തിനെക്കുറിച്ച് ഓർക്കാനേ വയ്യ എന്നാണ് ആതിര പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് ആതിര ഓർക്കാനേ കഴിയില്ല എന്ന് പറയുന്നത്? അല്ലേ, വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ചിട്ട് അല്ലേ, വിശപ്പിനെ കുറിച്ചിട്ടാണ് ഫുള്ള് ഇതിൽ പറയുന്നത് അല്ലേ, സ്കൂളിൽ പോകാത്തതിനെ കുറിച്ചിട്ടാണല്ല, വിശപ്പ് കൊണ്ട് മോഷ്ടിക്കേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ച് ഓർക്കാനേ വയ്യ എന്നാണ് പറയുന്നതില്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഒന്നുകൂടി ആ പാരഗ്രാഫില്ലേ അത് വായിച്ച് നോക്കുക. ഉത്തരം അതിലുണ്ടല്ലേ. ഇത് എടുത്ത് എഴുതാൻ ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലേ, ഉത്തരം എഴുതാൻ ആ ബോക്സിലേക്ക് നിങ്ങൾ ഇത് എടുത്ത് എഴുതണം അല്ലേ. ടിക്ക് ഇടാനാണ് പറഞ്ഞതെങ്കിലാണ് ടിക്ക് ഇടേണ്ടത്. ഉത്തരം ഇതാണല്ലേ, അപ്പോൾ നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതേണ്ടതാണ്. നെക്സ്റ്റ്, പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാം അല്ലേ. പോസ്റ്റർ തയ്യാറാക്കാനാണ്. അമ്മൂമ്മയും അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഈച്ച പൂച്ച പൂമ്പാറ്റ കോഴി ഉറുമ്പ് പാമ്പ് ഇതെല്ലാം ചേരുന്നതാണ് ആതിരയുടെ വീട്. ഇതെല്ലാം ചേർന്നതാണ് ആതിരയുടെ വീട്ടിൽ. ഇതെല്ലാം ഉണ്ടല്ലേ, ഈ ജീവികളും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന ആശയം വരുന്ന ചിത്രം നോക്കൂ. അപ്പോൾ ഇവരെല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണല്ലേ, നമ്മൾ മാത്രമല്ല ഇതിലുള്ള ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. അതിൻ്റെ പറ്റിയിട്ടുള്ളൊരു ചിത്രമാണല്ലേ. അതായത് ഭൂമി അച്ഛനും അമ്മക്കും ചേട്ടനും ചേച്ചിക്കും മാത്രമല്ലതാ, എല്ലാ ജീവജാലങ്ങളും ഉണ്ടല്ലേ ഈ ഭൂമിയിൽ, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അനുയോജ്യമായ പോസ്റ്റർ വാക്യം എഴുതി ചേർക്കും. അപ്പോൾ ചിത്രം തന്നിട്ടുണ്ടല്ലേ പോസ്റ്ററിൻ്റെ, ഇനി നിങ്ങൾ ചിത്രം വരക്കണ്ട അല്ലെ, ആ പോസ്റ്ററിൻ്റെ വാക്ക് എഴുതാൽ മതി. ഇനി പോസ്റ്റർ എഴുതാനാണ് ചോദിച്ചതെങ്കിൽ ചിത്രമില്ലെങ്കിൽ നിങ്ങൾ ചിത്രവും വരക്കണം. പോസ്റ്റർ പോലെ അതിൻ്റെ കോഴ്സില്ലേ ഏതെങ്കിലും ഒരു വാക്യം അല്ലേ, അതായത് ഭൂമിയുടെ അവകാശങ്ങളെ പറ്റി, അതായത് എല്ലാവരും ഭൂമിയിലെ അവകാശികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് എഴുതണം. അപ്പോൾ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന ആശയം വരുന്ന ചിത്രമാണ്, അതിൻ്റെ പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന് വേണമെങ്കിൽ ഒരു കോഴ്സ് പോലെ നമുക്ക് കൊടുക്കാം അല്ലേ. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്, അതായത് എല്ലാവരും ഭൂമിയുടെ മക്കൾ അല്ലേ, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എല്ലാവരുടെയും വീട് അല്ലേ, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എല്ലാവരുടെയും വീടാണ്, എല്ലാവരും ഭൂമിയുടെ മക്കളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമല്ലേ ഈ ഭൂമിയെ കുറിച്ചിട്ടില്ലേ, എല്ലാവരും അതിലുള്ള ആൾക്കാരാണല്ലേ, എല്ലാവരും അല്ലേ, നമ്മുടെ ഭൂമി എല്ലാവരുടെയും വീടാണ് അല്ലേ. അപ്പം നമ്മുടെ ഭൂമി എല്ലാവരുടെയും വീട് അല്ലേ, നമ്മുടെ ഭൂമി എന്താണ്? എല്ലാവരുടെയും വീടാണ് അല്ലേ. നമ്മളത് മാത്രമല്ല, എല്ലാവരുടെയും ഭൂമി അവകാശമാണ് എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്? എല്ലാവരും ഭൂമിയുടെ മക്കൾ, എല്ലാവരും ഭൂമിയുടെ മക്കളാണ്, അല്ലെങ്കിൽ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് അല്ലേ. ഇത് തന്നെ നിങ്ങൾക്ക് എഴുതാം അല്ലേ, ഭൂമിയെ കുറിച്ചിട്ടില്ല എല്ലാവരും അവകാശികളാണെന്ന് ആശയം വരുന്ന ഏതെങ്കിലും 2 വാചകങ്ങൾ കോഴ്സ് പോലെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം.
ഇനി മൂന്നാമത്തെ ചോദ്യം അനുഭവക്കുറിപ്പ് എഴുതാനാണ്. എന്താണ് അനുഭവക്കുറിപ്പ്? നമ്മുടെ അനുഭവം അല്ലേ, അതൊരു കുറിപ്പ് പോലെ, ഒരു പാരഗ്രാഫ് പോലെ എഴുതാനാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ്, എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത്? ആതിര സ്കൂൾ വിട്ടുവന്നാൽ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം മുറ്റത്തെ ചെടിയിൽ കൂടുകൂട്ടിയ കുഞ്ഞുകുരുവിയുടെ മക്കളോട് പറയും. എന്തൊക്കെയാവും അവൾ പറയുക? നിങ്ങളുടെ സ്കൂളിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കുരുവിയോട് പറയുന്നതായി സങ്കല്പിച്ചെയ്തു. അപ്പോൾ എന്താണ്, കുരുവിയോട് പറയുന്നത് പോലെ നമ്മളെന്താണ് ഈ അനുഭവം, നമ്മുടെ സ്കൂളിലെ അനുഭവങ്ങളാണ് അനുഭവക്കുറിപ്പാക്കിയതേണ്ടത്. അത് നിങ്ങൾക്ക് സ്കൂളിൽ എന്തൊക്കെ നടന്നില്ലേ, ടീച്ചർ എന്താണ് ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു, നമ്മളെന്താണ് പുറത്ത് പോയി ക്ലാസ് എടുത്തു, ടീച്ചർ ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്കൂളിലെ അനുഭവം അല്ലേ, ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും പോയില്ലേ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു അനുഭവം പോലെയല്ലേ അനുഭവക്കുറിപ്പ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു ഇരഞ്ഞി മരമുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു മാവ് മരമുണ്ടല്ലേ, ഏതെങ്കിലും ഒരു മരമുണ്ടെന്ന് പറയാം. എന്നിട്ട് എന്താണ്, ഇന്ന് അതിൻ്റെ ചുവട്ടിൽ കുറേ പൂക്കൾ കിടപ്പുണ്ടായിരുന്നു, കുറേ പൂക്കൾ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇൻ്റർവെൽ സമയത്ത് ഞങ്ങൾ പൂക്കൾ പെറുക്കിയെടുത്ത് മാല കോർത്തു അല്ലേ. ഇൻ്റർവെല്ലിൻ്റെ ഇടവേള സമയം, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എന്താണ് അതിലുള്ള പൂക്കളൊക്കെ എടുത്തിട്ട് മാല കോർത്തൂലേ, പൂക്കൾ പെറുക്കിയെടുത്തിട്ട്. അല്ലെങ്കിൽ എന്താണ് മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് മാങ്ങ പെറുക്കിയില്ലേ. എന്ത് അനുഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാം. ഒരു മാവുണ്ട്, അതിൻ്റെ ചുവട്ടിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, ഞങ്ങളത് കല്ലെറിഞ്ഞ് പറിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അനുഭവക്കുറിപ്പ് എഴുതാം. അനുഭവമാണ്, സ്കൂളിലെ അനുഭവമാണ് എഴുതാൻ പറഞ്ഞത് അല്ലേ. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയി പാട്ടും കഥയും ഒക്കെ പറഞ്ഞു തരും. ടീച്ചർ എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലേ, പാട്ടും കഥയും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം അല്ലേ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ടീച്ചറെ വളരെ ഇഷ്ടമാണ്, എല്ലാം നല്ലതുപോലെ പഠിപ്പിച്ചു തരാറുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക്. കുരുവിയോട് പറയുന്നത് പോലെ അനുഭവക്കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ സ്കൂളിൽ നടന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് എഴുതാം അല്ലേ. മാവിൻ്റെ ചുവട്ടിൽ നിന്ന് മാങ്ങൻ്റെ കല്ലെറിഞ്ഞപ്പോൾ ആർക്കെങ്കിലും പരിക്ക് പറ്റിയെന്നോ എന്തൊക്കെ സംഭവിച്ചത്, ആ അനുഭവം അല്ലേ, നിങ്ങളുടെ അനുഭവം ഒരു കുറിപ്പ് പോലെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അല്ലേ. ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രവർത്തനം 4 സംഭാഷണം തയ്യാറാക്കാം അല്ലേ, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണല്ലേ, സംഭാഷണം ഉണ്ടാക്കാനാണ്. ചിത്രം നോക്കൂ, പൂമ്പാറ്റയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതുക അല്ലേ. പൂമ്പാറ്റയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം അല്ലേ, കോൺവെർസേഷൻ എഴുതാനാണ്. ചിത്രത്തിൽ ആരാണ്, പൂമ്പാറ്റയുണ്ട്, ഒരു കുട്ടിയുണ്ട് അല്ലേ. കുട്ടി എന്താണ് പൂമ്പാറ്റയോട് പറയുന്നത് അല്ലേ, ആദ്യം കുട്ടി പറയുന്നത് എഴുതണം, പൂമ്പാറ്റ എന്തെങ്കിലും മറുപടി പറയില്ലേ, അത് നമ്മൾ കോൺവെർസേഷൻ്റെ സംഭാഷണമാക്കി എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോൾ പൂമ്പാറ്റയെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ കുട്ടി ആദ്യം എന്ത് ചോദിക്കാം അല്ലേ, നിന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ, നിനക്ക് ഈ ഉടുപ്പ് ആര് തന്നു എന്ന് ചോദിക്കാം അല്ലേ. ഈ ഉടുപ്പ് ആരാണ് തന്നത്, നല്ല രസമുള്ള ഉടുപ്പാണല്ലോ, അല്ലെങ്കിൽ നിന്നെ കാണാൻ എന്തു ഭംഗിയാണ് അല്ലേ. അപ്പോൾ കുട്ടി അങ്ങനെയല്ലേ സംഭാഷണം, നിങ്ങൾക്ക് എന്തു ചോദിക്കാം അല്ലേ. അപ്പോൾ പൂമ്പാറ്റ എന്താ പറയുക, എനിക്ക് പ്രകൃതിയമ്മ തന്നതാണ് അല്ലേ, പ്രകൃതിയിൽ നിന്ന് കിട്ടിയതല്ലേ, പ്രകൃതിയമ്മ തന്നതാണ് അല്ലേ, ആദ്യം ഉള്ളതാണ് അല്ലേ. അപ്പോൾ പൂമ്പാറ്റയുടെ മറുപടി അല്ലേ, ഇതെനിക്ക് ആദ്യം ഉള്ളതാണ്, അല്ലെങ്കിൽ പ്രകൃതിയമ്മ തന്നതാണ്. അപ്പോൾ കുട്ടി എന്ത് ചോദിക്കാം, നീ എന്താ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്, നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ പൂമ്പാറ്റ എന്ത് പറയും, ഇല്ല ഞാൻ തേൻ കുടിച്ചു അല്ലേ, വിശപ്പില്ല ഞാൻ തേനല്ലേ, പൂക്കളിലെ തേനല്ലേ പൂമ്പാറ്റ കുടിക്കാറ് അല്ലേ. അപ്പോൾ ഇല്ല ഞാൻ തേൻ കുടിച്ചു. അപ്പോൾ കുട്ടി എന്ത് ചോദിക്കാം അല്ലേ, നീ എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നോ എന്ന് ചോദിച്ചൂടെ അല്ലേ, നീ എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നു. അപ്പോൾ പൂമ്പാറ്റ എന്ത് പറയും, ആ നമുക്ക് കളിക്കാം അല്ലേ, അല്ലേ ഞാൻ വരാം അല്ലേ, എന്ത് വേണമെങ്കിലും അല്ലേ. ഇവർ തമ്മിൽ എന്താണ് പറയുക അല്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയതാം അല്ലേ. അല്ലേ കുട്ടിയും പൂമ്പാറ്റയും ഇടയിൽ നടന്ന സംഭാഷണം എഴുതാനാണ്. അപ്പോൾ അത് അവർക്ക് ഇടയിൽ നടന്നത് എന്തും നിങ്ങൾക്ക് എഴുതാം. അതായത് അല്ലേ, കുട്ടിക്ക് എന്ത് വേണേലും ചോദിക്കാം അല്ലേ, നിൻ്റെ പൂമ്പാറ്റ നിൻ്റെ കളർ നിനക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ, നിനക്കാരാ ഭക്ഷണം തരാറ്, നീ എന്താണ് കഴിച്ചതല്ലേ, എൻ്റെ കൂടെ കളിക്കാൻ പോരുന്നോ അല്ലേ. അപ്പോൾ പൂമ്പാറ്റ നമുക്ക് ഒരുമിച്ച് കളിക്കാം അല്ലേ. നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് എന്തും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ഇത് പൂർത്തിയാക്കിയാൽ മതി. അതുപോലെ പ്രവർത്തനം 5 വരികൾ എഴുതാം അല്ലേ, വരി എഴുതി ചേർക്കാനാണ്. അതായത് എന്താണ്, 2 വരി തന്നിട്ടുണ്ടല്ലേ, ബാക്കി കവിത പൂർത്തിയാക്കാനാണ്. മുറ്റത്തിനരികിൽ നിൽക്കുന്ന ചെമ്പരത്തിയെക്കുറിച്ച് ആതിര എഴുതിയ കവിതയിലെ വരികൾ നോക്കൂ, കൂടുതൽ വരികൾ എഴുതി ചേർത്ത് കവിത പൂർത്തിയാക്കൂ. അപ്പോൾ ആതിര എഴുതിയ കവിത നമ്മൾ പൂർത്തിയാക്കണം അല്ലേ. 2 വരി കവിത ഇവിടെ തന്നിട്ടുണ്ട്. ചന്തമേറുന്ന ഒരു ചെമ്പരത്തി അല്ലേ, ചന്തമുള്ള നല്ല ഭംഗിയുള്ള ചെമ്പരത്തി, ചെമ്പട്ടുടുത്തൊരു ചെമ്പരത്തി അല്ലേ, ചെമ്പട്ടുടുത്ത നല്ല ചുവന്ന ചെമ്പരത്തി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ 2 വരിയില്ലേ, വേറെ ഒരു 4 വരിയും കൂടി നിങ്ങൾ എഴുതിയാൽ മതിയില്ലേ. ചന്തമേറുന്നൊരു ചെമ്പരത്തി, ചെമ്പട്ടുടുത്തൊരു ചെമ്പരത്തി അല്ലേ, ഇത് ക്വസ്റ്റ്യനിൽ തന്ന 2 വരികളാണ്. ഇനി നമുക്ക് എന്ത് എഴുതാം അല്ലേ, തേനും പയവും തരാത്തൊരു ചെന്തളി വാർന്നൊരു ചെമ്പരത്തി, ചിത്രശലഭങ്ങൾ തേടും ചെമ്പനീർ പൂവായ ചെമ്പരത്തി അല്ലേ, ചിത്രശലഭങ്ങൾ തേടുന്ന ചെമ്പനീർ പൂവായ ചെമ്പരത്തി, കുട്ടിക്കവികൾ പാടും ചുകച്ചുകപ്പുള്ളൊരു ചെമ്പരത്തി അല്ലേ. ചെമ്പരത്തി ചുവപ്പ് കളറല്ലേ, ചുകച്ചുവപ്പുള്ള ചെമ്പരത്തി അല്ലേ, പാട്ട് പാടുന്ന ചെമ്പരത്തി അല്ലേ, ചെമ്പനീർ പൂവാണല്ലേ ചെമ്പരത്തി അല്ലേ, ചിത്രശലഭങ്ങൾ തേടുന്നതാണ് ചെമ്പരത്തി അല്ലേ, നല്ല ചുവപ്പുള്ള നല്ല ഭംഗിയുള്ള ചെമ്പരത്തി അല്ലേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ അല്ലേ, നല്ല ഭംഗിയുള്ള നല്ല എന്ത് മനോഹരമാണല്ലേ, എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ ചെമ്പരത്തി അല്ലേ, എന്ത് ഭംഗിയാണ് ചെമ്പരത്തി നിന്നെ കാണാൻ, നല്ല ചുകച്ചുകപ്പുള്ള ചെമ്പരത്തി അല്ലേ, പാട്ടുകൾ പാടും ചെമ്പരത്തി, ചെമ്പനീർ പൂവായ ചെമ്പരത്തി അല്ലേ. അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടും എഴുതാം. പ്രവർത്തനം 6 ചിത്രം നോക്കി എഴുതാം
അല്ലേ? ചിത്രം നോക്കിയിട്ട് എഴുതാനുള്ളതാണ്. ആതിരയുടെ വീടിനടുത്തുള്ള കുളത്തിൻ്റെ പരിസരത്തുള്ള താമസക്കാരാണ് ചിത്രത്തിലുള്ളത്. ചിത്രം നോക്കി ആരൊക്കെ എന്ന് കണ്ടെത്തൂ. അവരുടെ പേരുകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതൂ. അപ്പോൾ അക്ഷരമാല ക്രമത്തിലില്ലേ നമ്മളെന്താണ് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാൻ പറയല്ലേ, ABCD. അപ്പോൾ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എഴുതണം. അതേപോലെ തന്നെ അക്ഷരമാല ക്രമമില്ലേ, മലയാളത്തിൽ ഏതാണ് ആ ഇല്ലേ, അപ്പോൾ ആ വെച്ച് തുടങ്ങുന്നത് ആദ്യം എഴുതണം. ഇവിടെയൊക്കെ പേരുകൾ എന്താണ്, ഇതെന്താണ് ആമയാണല്ലേ, ഫസ്റ്റ് ആമയെ വെച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ, ആമ അല്ലേ. പിന്നെ ഇതാരാണ്, കൊക്കാണല്ലേ. നെക്സ്റ്റ് ലെറ്റർ കാന്നല്ലേ, കാന്ന് വരുന്നതിലെ കൊക്ക്. അത് നമുക്ക് ഓരോ ജീവികളുടെയും പേരെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാരാണ്, ഞണ്ടാണ്. ഇത് തവളയാണ്. ഇതാരാണ്, നീർക്കോലിയാണ്. ഇതൊരു പൊന്മാനാണ് അല്ലേ, ഒരു കിളിയാണ് അല്ലേ, പൊന്മാനാണ് അല്ലേ, നീലപ്പൊന്മാൻ. നമുക്ക് ആദ്യം ആരെ എഴുതാം, ആമയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആമ എന്ന് എഴുതാം. രണ്ടാമത് കൊക്ക് അല്ലേ. മൂന്നാമത്തെ നമ്മൾ അക്ഷരമാല ക്രമത്തിലില്ലേ, കാ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, ഞണ്ട്, ഞാന്നാണ് വരുന്നത്, ഞണ്ട്. പിന്നെ തവള അല്ലേ, തവളയെ എഴുതാം. പിന്നെ നീർക്കോലി എഴുതാം. ലാസ്റ്റ് പൊന്മാനല്ലേ, അപ്പോൾ ആ നമുക്ക് വരുന്നത് ലാസ്റ്റിലേക്കല്ലേ. അക്ഷരമാലയുടെ ക്രമത്തിൽ ഈ ജീവികളുടെ പേര് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഓർഡറിലൊന്നുമില്ലേ, ആ ക്രമത്തിൽ നമുക്ക് ഇങ്ങനെ താഴോട്ട് എഴുതാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇതുപോലെ പൊതുവായിട്ടുള്ളേ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അത് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലുണ്ട് അല്ലേ. ക്ലാസ് 3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണല്ലേ. ക്രിസ്മസ് എക്സാമിന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.